അതിൻ്റെ ബാറ്ററി ഹെൽത്ത് 100% തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം. ഹേ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഐഫോൺ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ, പ്രത്യേകിച്ച് യൂസ്ഡ് ഐഫോൺ എടുക്കുന്നവർക്ക്. സോ ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ഒരു ഐഫോൺ സ്വന്തമാക്കണം എന്നുള്ളത്. പൈസ ഒരു പ്രശ്നമാണ്. കാരണം ഒരു ഐഫോൺ എടുക്കണമെങ്കിൽ ഇപ്പോൾ പുതിയ സീരീസ് അത് 15 ആയാലും 16 സീരീസ് ആണെങ്കിലും എടുക്കണമെങ്കിൽ ബേസ് മോഡൽ 65,000 രൂപ അത്രയും പ്രൈസ് മുടക്കണം. അപ്പോൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ആ പ്രൈസിന് ആൻഡ്രോയിഡിൻ്റെ അടിപൊളി ഫീച്ചേഴ്സുള്ള കുറേ ഫോണുകളുണ്ട്. OnePlusഉം IQവും സാംസങ്ങും ഒക്കെ ഉണ്ട്. സോ അങ്ങനെ ചിന്തിക്കും. പക്ഷേ ഐഫോൺ എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു മോഡലാണ് iOS. സോ ഐഫോൺ എടുക്കാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇപ്പോഴും യൂസ്ഡ് ഫോൺ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സോ യൂസ്ഡ് ഫോൺ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് ഐഫോൺ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഒരു പൈസ ആയിരിക്കും. അത് നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഐഫോൺ സ്വന്തമാക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾ ഈ ഫോൺ ഒരു ഐഫോൺ, ഇത് 15 ആണ്, 1.5 വർഷം പഴക്കമുണ്ട്. ഞാൻ പുതിയത് എടുത്തതാണ്. അപ്പം ഫസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബാറ്ററി ഹെൽത്താണ്. സോ ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി ഹെൽത്ത് പിന്നെ അറിയത്തില്ലെങ്കിൽ ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ബാറ്ററി ഹെൽത്ത് എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിൽ പോകണം. അതായത് ഫോണിൻ്റെ നമ്മൾ സെറ്റിങ്സിൽ പോവുക. സെറ്റിങ്സിൽ പോയതിന് ശേഷം ബാറ്ററി എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോർമൽ എന്നുള്ളതാണ് എൻ്റെ കിടക്കുന്നത്. ആ നോർമലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 87% ബാറ്ററി ഹെൽത്ത് കാണാൻ പറ്റും. സോ ഗൈസ്, ഈ ഫോൺ 1.5 വർഷം പഴക്കമുണ്ട്, 87% ബാറ്ററി ഹെൽത്ത് ഉണ്ട്. ദാറ്റ് മീൻസ് ഞാൻ 1.5 വർഷമായിട്ട് ഈ ഫോൺ ഉപയോഗിക്കുന്നു. എൻ്റെ അടിക്കടിയുള്ള ചാർജിങ് അല്ലെങ്കിൽ എൻ്റെ യൂസേജിനനുസരിച്ചിട്ടാണ് 87% കാണിച്ചിരിക്കുന്നത്. അതേസമയം നിങ്ങളൊരു ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആളുടെ അടുക്കലോ പോകുമ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു ബാറ്ററി ഹെൽത്താണ്. അതിന് മുമ്പ് നിങ്ങൾക്ക് ഫോൺ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഡെൻറ്റോ, ഫിസിക്കൽ ഡാമേജോ, ക്യാമറയുടെ ലെൻസിൻ്റെ അവിടെ സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസിബിളായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ അറിയാൻ പറ്റും. ഫോൺ ഇങ്ങനെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഡെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബെൻഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ എളുപ്പമാണ് നമുക്ക്. പക്ഷേ ബാറ്ററിയുടെ കാര്യം ഇന്റേണൽ ഇരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഐഫോൺ തന്നെ തന്നിരിക്കുന്ന ഒരു ഫെസിലിറ്റിയാണ് ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് എത്രത്തോളമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ സപ്പോസ് നിങ്ങളൊരു ഫോൺ എടുക്കാൻ പോകുന്നു, 1 ഇയർ യൂസ് ചെയ്ത ഫോണാണ്, വാറണ്ടി കഴിഞ്ഞു എന്നായിരിക്കട്ടെ. പക്ഷേ നിങ്ങൾ ആ ഫോൺ എടുക്കുമ്പോൾ അതിൻ്റെ ബാറ്ററി ഹെൽത്ത് 100% തന്നെ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ആ ഫോൺ ആക്ച്വലി അത് പാക്കഡ് അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡെമോ ഫോൺ ആണെന്ന് പറ്റിക്കുന്ന കുറേ കേസുകളുണ്ട്. അങ്ങനെയൊന്നും പോകരുത്. ഒരിക്കലും അത് ജെനുവിൻ അല്ല, അതിൻ്റെ ബാറ്ററി ഒന്നെങ്കിൽ ചേഞ്ച് ആയിട്ടുണ്ട്. സോ എങ്ങനെ പോയാലും ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ ഒരു ബാറ്ററി ഹെൽത്തിൻ്റെ ഡിഫറൻസ് വന്നുകൊണ്ടേയിരിക്കും. 99, 98, 97 അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. സോ എൻ്റെ ഒരു സൈക്കിൾ ബാറ്ററി ചാർജിങ് സൈക്കിളിൻ്റെ വെച്ചിട്ട് 87%ഓളം ഞാൻ എത്തിയിട്ടുണ്ട് 1.5 വർഷം കൊണ്ട്. സോ ജെനുവിന് പറയുകയാണെങ്കിൽ അത്രയൊക്കെ ഉണ്ടാവും. സോ 85% താഴെയുള്ള ഒരു ഐഫോൺ എടുക്കാതിരിക്കുക, 85% മേളിലേക്കുള്ളത് നോക്കുക. എന്നാൽ പഴക്കത്തിനനുസരിച്ചുള്ള ബാറ്ററി ഹെൽത്ത് ആയിരിക്കണം എന്ന് മാത്രം. ഒരു പുതിയ ഫോണിന് 100% ഉണ്ടാവും, സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുക 100% കിട്ടത്തില്ല. ഡെമോ ഫോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചേൽപ്പിക്കും. പക്ഷേ ഒരിക്കലും ഡെമോ ഫോൺസ് എന്ന് പറയുന്നത് അങ്ങനെയൊന്നും കുറവാണ്. ഇറ്റ്സ് നോട്ട്, നമുക്ക് വിശ്വസിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. സോ അതാണ് മെയിൻ ഒരു കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്ക്രാച്ചസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ഡെൻറ്റോ ബെൻറ്റോ ഉള്ളതെല്ലാം അറിയാൻ പറ്റും. ഐഫോണൊക്കെ കൂടുതൽ ആൾക്കാരും കവറും ടെമ്പേഡൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറവാണ് ഐഫോണിന്. കൂടുതലും ബാറ്ററിയുടെ ഭാഗത്തും ഉള്ള കാര്യങ്ങളാണ്. പിന്നെ ചാർജിങ്, ലൈറ്റനിങ് ആയിക്കോട്ടെ, ടൈപ്പ് സി ആയിക്കോട്ടെ, ചാർജിങ് എല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നത്, ടൈറ്റ് ആയിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് ചെക്ക് ചെയ്യുക. സൗണ്ട്, സ്പീക്കറിൻ്റെ സൗണ്ട്സ് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റീരിയോ സ്പീക്കർ ആയതുകൊണ്ട് തന്നെ അതെല്ലാം ചെക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ ഫേസ് ID അല്ലെങ്കിൽ ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ അതിലേതാണെന്ന് വെച്ചാൽ ഫേസ് ID ആണ് മോസ്റ്റ് ഓഫ് ഓൾ ഇപ്പോൾ ഉള്ള ഫോണെല്ലാം 10 മുതൽ ഫേസ് ID ഉണ്ട്. സോ ഫേസ് ID എന്ന് പറയുന്നത് നിങ്ങൾ ചെക്ക് ചെയ്യുക, കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. പിന്നെ ഡിസ്പ്ലേ മാറിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ബ്ലൂയിഷ് ഷെയ്ഡ് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അറിയാൻ പറ്റും. അല്ല ഒറിജിനൽ ആണെങ്കിൽ അതിൻ്റെ സ്മൂത്ത്നെസ് ഉണ്ടാവും. ബേസ് മോഡൽ 60 ഹെർട്സ് ഉള്ളെങ്കിൽ നല്ല സ്മൂത്താണ് ഐഫോണിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പിന്നെ ഇതാണ്, പിന്നെ ഇതിൻ്റെ മ്യൂട്ട് ബട്ടൺസ്, പവർ ബട്ടൺ, വോളിയം ബട്ടൺ അതെല്ലാം സ്റ്റക്ക് ഉണ്ടോ, കറക്റ്റായിട്ടുള്ള രീതിയിൽ ഫോണിൻ്റെ കവർ അഴിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അമർത്തി നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ബട്ടൺസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. സോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഇത്രയും കാര്യം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ IMEI നമ്പർ എല്ലാം വെച്ച് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യാം. അതോടൊപ്പം നിങ്ങൾക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ റിപ്പയർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. ഐഫോണിൻ്റെ സെറ്റിംഗ്സ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്പയർ എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടോ അതിൽ വിസിബിൾ ആകും. അതും ഐഫോൺ നമുക്ക് തന്നിട്ടുണ്ട്. സോ നമുക്ക് ഏതെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഫോണിൽ നമുക്ക് അറിയാൻ സാധിക്കും. അത് ഈസി ആയിട്ടുള്ളൊരു മാർഗ്ഗമാണ്. പിന്നെ ഐഫോണിനെ സംബന്ധിച്ചുള്ള ഐഫോണിൻ്റെ ഏറ്റവും ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബാറ്ററി ഹെൽത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ട്. ബാറ്ററി ബാക്കപ്പ് എന്താണ് നിങ്ങൾ യൂസ്ഡ് ഫോൺ ആക്കുമ്പോൾ കുറവായിരിക്കും കമ്പയർ ടു അതർ ഫോൺസ്. കാരണം നിങ്ങളൊരു ബാറ്ററി ബാക്കപ്പ് ഉള്ളൊരു ഫോണിൽ നിന്നായിരിക്കും ഐഫോണിലേക്ക് വരുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. കാരണം ബാറ്ററി പെട്ടെന്ന് ഇറങ്ങും. കാരണം പവർഫുൾ ചിപ്സെറ്റുകളാണ് ഐഫോണിൽ ഉള്ളതുകൊണ്ടും അതനുസരിച്ചിട്ടുള്ള കൺസംഷനും അതനുസരിച്ചുള്ള ചെറിയ ബാറ്ററി സെറ്റപ്പാണ് ഐഫോണിൽ വരുന്നത് കമ്പയർ ടു ആൻഡ്രോയിഡ് ഫോൺസ്. കാരണം ആൻഡ്രോയിഡ് ഫോൺസിൽ 5000ഉം 6000ഉം ഒക്കെ ബാറ്ററി വരുമ്പോൾ ഐഫോൺ ഇപ്പോഴും പുറകിലാണ് എന്ന് ഞാൻ പറയാം. സോ പ്ലസ് സീരീസിനൊക്കെ കുറച്ചും കൂടെ ബാറ്ററി ബാക്കപ്പ് ഐഫോണിലുണ്ടെങ്കിൽ പ്രോ സീരീസിനും ബേസ് മോഡൽസിനും ബാറ്ററി ബാക്കപ്പ് തീരെ കുറവാണ്. അത് ചാർജിങ്, അതായത് ചാർജിങ്ങിൻ്റെ പ്രോപ്പറായിട്ട് ചാർജ് കയറുന്നുണ്ടോ, ചാർജ് കയറുമ്പോഴത്തേക്കും എത്ര ടൈം എടുക്കുന്നുണ്ട്, ഹീറ്റിംഗ് ഒരുപാട് വരുന്നുണ്ടോ എന്നുള്ളത്. ചാർജ് ചെയ്യുമ്പോൾ ഹോറബിൾ ഹീറ്റ് ഉണ്ടാവും.
എങ്കിലും ഓവർ ഹീറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങൾ യൂസ്ഡ് ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബില്ലോ ബോക്സോ കിട്ടുമല്ലോ എന്ന് നോക്കുക. കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു അവൈലബിലിറ്റി തീർച്ചയായിട്ടും നിങ്ങളത് വാങ്ങിക്കണം. അതായത് വാറണ്ടി ഇല്ലെങ്കിൽ പോലും അതിൻ്റെ ബില്ലെന്ന് പറയുമ്പോൾ അതിൽ സീരിയൽ നമ്പർ ഉണ്ട്, അതും നമ്മുടെ ഫോണിലുള്ളത് തമ്മിൽ മാച്ചിങ് ആണോ, ബോക്സും കാര്യങ്ങൾ, അതായത് ഒരു ഫുൾ ബോക്സ്. അതിൻ്റെ ഐഫോണൊക്കെ കൂടുതലും ബോക്സുകൾ അവൈലബിൾ ആയിരിക്കും. ചാർജിങ് കേബിൾ, ബോക്സ്. കാരണം ഐഫോണിൽ കൂടെ ചാർജർ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് കേബിൾ കിട്ടും. അപ്പോൾ കേബിളും ബോക്സും നിങ്ങൾക്ക് വാങ്ങിക്കണം. കാരണം അത് സാധാരണ യൂസ്ഡ് ഫോൺ എന്ന് പറയുമ്പം അവർ എക്സ്ചേഞ്ച് ചെയ്യുമ്പം ഷോപ്പുകാർ ബോക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും അവർ കസ്റ്റമറിന് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ട കാരണം അത് നല്ലൊരു ഒറിജിനൽ ചാർജർ ആണെങ്കിൽ നല്ല എമൗണ്ട് കൊടുക്കണം ഐഫോണിൻ്റെ. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം, നിങ്ങളൊരു ആപ്പിൾ ഫോൺ എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് വേറെ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തണം. കാരണം ഇപ്പം നിലവിലൊരു പ്രശ്നമാണ്. അതായത് നമ്മളൊരു യൂസ്ഡ് ഐഫോൺ നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കുന്ന ആളെ ചെയ്യേണ്ട ഒരു കാര്യം, ഫൈൻഡ് മൈ ഫോൺ ഓഫ് ചെയ്തതിന് ശേഷം സൈൻ ഔട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റ് ആകത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഈ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അത് എററായിട്ട് കാണിക്കും. സോ അത് നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ സെക്യൂരിറ്റിയുടെ ഭാഗമാണ്, നല്ല കാര്യം തന്നെയാണ്. അതും ഒരു ഓപ്ഷനാണ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഓപ്ഷനാണ്. പിന്നെ ജെന്യുവിനാണ് പ്രൂഫ് ഓഫ്. സോ ഡെൻറ്റോ ബെൻറ്റോ എന്നുള്ളത് നോക്കുക. ഫോണിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ ടച്ച് വളരെ റെസ്പോൺസീവ് ആണെന്ന് നോക്കുക. ചാർജിങ് കറക്റ്റാണെന്ന് നോക്കുക. അതോടൊപ്പം തന്നെ സ്ക്രാച്ചസിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. ബാറ്ററി ഹെൽത്ത് 100% ഉള്ള ഫോണുകൾ, സെക്കൻഡ് ഹാൻഡ് ഫോണുകൾ എടുക്കാതിരിക്കുക. അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. എന്നാൽ ആ യൂസേജിനനുസരിച്ചുള്ള ഒരു പെർസെൻറ്റേജ് 85 to 100 ഇടയ്ക്ക് വരുന്നൊരു പെർസെൻറ്റേജ് ഓഫ് ഒരു ബാറ്ററി ഹെൽത്ത് ഉണ്ട്, അത് നോക്കുക. ഇതൊക്കെ തന്നെ മെയിൻ തിങ്സ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സോ ഐഫോൺ തന്നെ അതിനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ ഐഫോൺ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് 14 സീരീസ് മുതൽ 16 സീരീസ് ഉള്ളതാണ് മെയിൻലി നോക്കാം. അഥവാ അതിലും ബഡ്ജറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഐഫോൺ എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോൺ 12 13 പോവാം. അതും അത്യാവശ്യം അപ്ഡേഷൻ കിട്ടാനുള്ള ഒരു മോഡലാണ്. 10 സീരീസിലേക്ക് പോകേണ്ട, 11 സീരീസിലേക്ക് 10 സീരീസിലേക്ക് പോകാതിരിക്കാൻ നല്ലത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 12 13 ആയിരിക്കും ബെസ്റ്റ്. നിങ്ങൾക്ക് ഒരു ഫസ്റ്റ് നിങ്ങൾ യൂസ് എടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ 13 ആയിരിക്കും ബഡ്ജറ്റ് നോക്കുന്നെങ്കിൽ അത് ഓക്കെ ആയിരിക്കും. ഒരു 28 ആ റേഞ്ചൊക്കെ കിട്ടുമായിരിക്കും. സോ 13, 14, 15, 16 ഇങ്ങനെയാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതെല്ലാം ഒരു ഐഫോൺ വേണം എന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റ് മോഡൽസിലേക്ക് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ബഡ്ജറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് നോക്കാം. സോ ഇത്രയൊക്കെയാണ് നിങ്ങൾ ഐഫോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഇനി ഐഫോൺ എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ ഉറപ്പായിട്ടും ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എമിൽ സൈനിങ് ഓഫ്.